ബോംബുണ്ടാക്കുക, ആ സമയത്ത് കൊല ചെയ്യപ്പെടുക എന്നൊക്കെ പറയുന്ന സംഭവം തിരഞ്ഞെടുപ്പിന്റെ കാലമാണ്. ഇത് ആർക്ക് നേരെ ഉപയോഗിക്കാൻ ഉണ്ടാക്കിയതാണ് എന്നുള്ളത്, ആരുണ്ടാക്കിയെന്നോ അവർക്ക് എന്ത് സംഭവിച്ചോ എന്നുള്ളത് നിയമവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി എന്നവർക്ക് നേരിട്ട് അനുഭവിക്കേണ്ടി വരുന്ന അനിവാര്യമായ ദുരന്തം എന്ന രീതിയിൽ വേണമെങ്കിൽ തള്ളിക്കളയാം. പക്ഷേ അതും നിയമത്തിന്റെ പ്രശ്നമാണ് എന്നിരിക്കലും. പക്ഷേ ഇത് എന്തിനാണ് ഉണ്ടാക്കുന്നത്? ബോംബ് ഉണ്ടാക്കുന്നത് എന്തിനാണ് ഡോക്ടർ ജിൻഡോ ജോൺ? അത് വീട്ടിൽ കാഴ്ചവസ്തുവായി വെക്കാനല്ലല്ലോ. അതുണ്ടാക്കുന്നത് ആർക്കെങ്കിലും എതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. അതിനിരയാകേണ്ടി വരുന്നവർ നിസ്സഹായരായിരിക്കും, നിഷ്കളങ്കരായിരിക്കും, കുഞ്ഞുങ്ങളായിരിക്കും, വൃദ്ധരായിരിക്കും, കുടുംബത്തിന്റെ സമൂഹത്തിന്റെ ഒക്കെ പ്രതീക്ഷകളായിരിക്കും. ഇങ്ങനെ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കി വെക്കാനും അത് ആവശ്യത്തിനടുത്ത് പ്രയോഗിക്കാനും ഒക്കെ കഴിയുന്നവർ ഒരു പ്രശ്നവുമില്ലാതെ, ഒരു സംവിധാനവും പോലീസും ഇന്റലിജൻസും അറിയാതെ നമ്മുടെ ഇടയിൽ ജീവിക്കുകയാണ്. എന്ത് സുരക്ഷിതത്വമാണുള്ളത്? ശ്രീ മാധു, ഇതിൽ നിങ്ങൾ പറഞ്ഞ അവസാന വാക്കില്ലേ സുരക്ഷിതത്വം, അങ്ങനെയൊന്നും ഇല്ല കേരളത്തിൽ. അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ ഈ കുറ്റവാളികളായിട്ടുള്ള ആളുകൾക്ക് ബോംബ് നിർമ്മിക്കാനുള്ള സാധന സാമഗ്രികൾ എങ്ങനെയാണ് അവരുടെ കയ്യിലെത്തിപ്പെടുന്നത്? ഇവിടെ ഇന്റലിജൻസും പോലീസും ഒക്കെ വലിയ രീതിയിൽ പെർഫോം ചെയ്യുന്നതല്ലേ ഇവർ പറയുന്നത്. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പോലീസ് സംവിധാനം അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് അവർ പറയുന്ന കാലഘട്ടത്തിലാണ് കണ്ണൂർ പോലെ അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയിൽ ഇങ്ങനെ CPM-ന്റെ മുൻകാല പ്രവർത്തകർ എന്നിവർ ഇപ്പൊ തള്ളി പറയുന്ന ആളുകൾ ആരും ആയിക്കൊള്ളട്ടെ, ഇപ്പോഴുള്ളവരോ ഇല്ലാത്തവരോ ആയിക്കൊള്ളട്ടെ, ആളുകളുടെ കയ്യിൽ എങ്ങനെ ബോംബ് നിർമ്മിക്കാനുള്ള സാധന സാമഗ്രികൾ കിട്ടുന്നത്? ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ പോലും കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ എത്രയോ സ്ഥലത്ത് നിന്ന് ഇതുപോലെ ബോംബ് നിർമ്മാണ സാമഗ്രികളും ബോംബുകളും കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിൽ പോലീസിന് വലിയ വീഴ്ചയുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പിനാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, ഇവരുടെ പാർട്ടിക്കാരല്ല എന്ന് പറഞ്ഞ് തള്ളി പറയുന്നു. കേരളത്തിൽ നടന്നിട്ടുള്ള ഏതെങ്കിലും ബോംബ് സ്ഫോടനത്തിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളിലോ ഇന്നേ വരെ CPM ഇതിൽ കുറ്റവാളികളോ ആയിട്ടുള്ള ആളുകൾ ഞങ്ങളുടെ പ്രവർത്തകരാണ്, നേതാക്കന്മാരാണെന്ന് അംഗീകരിച്ചിട്ടുണ്ടോ? TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പോലും ഹൈക്കോടതി ശിക്ഷിച്ച പ്രതികൾ പോലും ഞങ്ങളുടെ നേതാക്കന്മാരെ പ്രവർത്തകരാണെന്ന് ഇവർ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ അതിനപ്പുറത്ത് ഇവർ ആ പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള നിയമസഹായം ഉറപ്പുവരുത്താൻ, അവരുടെ കുടുംബ സഹായം ഉറപ്പുവരുത്താൻ, ബക്കറ്റ് പിരിവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ, പൊതുഖജനാവിൽ നിന്ന് കൊള്ളയടിക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് CBI പോലുള്ള അന്വേഷണങ്ങൾ വരാതിരിക്കാൻ വക്കീലിനെ ഇറക്കാനോ ഒക്കെ ഇവർ ശ്രമം നടത്തും. പക്ഷേ ഇവരുടെ നേതാക്കന്മാരോ പാർട്ടിക്കാരോ അല്ല എന്ന് ഇവർ തള്ളിപ്പറഞ്ഞുകൊണ്ടേയിരിക്കും. 2015 ഇതേപോലെ തന്നെ 2 CPM പ്രവർത്തകർ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം. ബോംബുണ്ടാക്കുന്നതിനിടയ്ക്ക് അവർ സ്വന്തം നിലയിൽ ബോംബുണ്ടാക്കുന്നു, ബോംബ് പൊട്ടുന്നു, അവർ മരണപ്പെടുന്നു. പാർട്ടി ആദ്യം ചെയ്തത് പാർട്ടി അവരെ തള്ളിപ്പറയുന്നു. അതിനുശേഷം അവരുടെ പേരിൽ സ്മാരകം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇവർ സ്മാരക ധനസമാഹരണം നടത്തിയത് നമ്മൾ കണ്ടു. കേരളത്തിന്റെ ചരിത്രത്തിൽ CPM ഇതുപോലെ നിരവധി പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ മരണപ്പെട്ട ആളുകളുടെ, കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന ഇവര് ഈ മരണപ്പെട്ട ആളുകളുടെ കുടുംബം അനാഥമാക്കപ്പെടുന്നു. കേരളത്തിലെ ഏതെങ്കിലും CPM-ന്റെ ഉന്നത നേതാവിന്റെയോ MLA-മാരുടെയോ മന്ത്രിമാരുടെയോ വേണ്ടപ്പെട്ട ആളുകൾക്ക് അപകടം നടക്കുന്നില്ല. ഇതിൽ മരണപ്പെട്ട, ഇന്ന് പോലും ഈ ബോംബ് പൊട്ടി മരണപ്പെട്ട ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ മരണത്തിൽ അനുശോചനമുള്ളപ്പോൾ തന്നെ സംഭവിക്കാൻ പാടില്ലാത്തതാണെന്ന് പറയുമ്പോൾ തന്നെ ഇത് ബോംബ് ഇവരുടെ കയ്യിലിരുന്ന് പൊട്ടിയില്ലായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അത് എവിടെ പൊട്ടാമായിരുന്നതാ? തെരഞ്ഞെടുപ്പിന്റെ സമയത്തോ അതിനുശേഷമോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇതേ പോലീസ് സ്റ്റേഷൻ പരിധിക്കകത്ത് കിലോമീറ്ററുകൾക്കുള്ളിൽ തന്നെ ഒരു യൂത്ത് ലീഗിന്റെ പ്രവർത്തകനെ വൈകിട്ട് ഇതേ CPM-ന്റെ പ്രവർത്തകർ ബോംബ് എറിഞ്ഞു കൊല്ലുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. 3 വർഷങ്ങൾക്കപ്പുറം. രാവിലെ ഇവർ വോട്ടിംഗ് സ്ലിപ്പുമായിട്ട് പോളിംഗ് ബൂത്തിൽ വരുന്നു, വൈകിട്ട് വോട്ടെടുപ്പ് കഴിയുമ്പോൾ ബോംബ് എറിഞ്ഞു കൊല്ലുന്നു. ഇത് കാണുന്ന ഇവർ പറയുന്നത് ഞങ്ങൾക്കൊരു ബന്ധമില്ലെന്ന്. ആ കേസിലെ പ്രതിയായിട്ടുള്ള രജീഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ 2 ദിവസങ്ങൾക്ക് ശേഷം പാർട്ടി ഗ്രാമത്തിലെ കശുമാവിൽ തൂങ്ങി നിൽക്കുന്ന കാഴ്ചയാണ്. കൊല ചെയ്യപ്പെട്ടതാണെന്നും ആത്മഹത്യയാണെന്നുള്ള വിവാദമൊക്കെ നിൽക്കുന്നു. ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ? ഇവർ തന്നെയാണ്. ഇനി ഇതോടനുബന്ധിച്ച് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, മുന്തിയ നേതാക്കന്മാരും അരുൺകുമാർ അടക്കമുള്ള ആളുകൾ തള്ളി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവർ പറയുന്ന പാർട്ടിയുടെ പ്രവർത്തകരല്ല, നേതാക്കന്മാരല്ല, ആരുമല്ല. പിന്നെ ചില ആളുകൾ ഏരിയ സെക്രട്ടറി അടക്കം, ലോക്കൽ സെക്രട്ടറി അശോകൻ അടക്കം അവിടെ പോയത്, അവിടുത്തെ MLA അടക്കം പോയത് പ്രത്യേക ഒരു മനസാക്ഷിയുടെ പുറത്താണ്. ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ. TP ചന്ദ്രശേഖരൻ ഒരുപാട് പതിറ്റാണ്ട് നിങ്ങളോടൊപ്പം പ്രവർത്തിച്ച മനുഷ്യനാണ്. നിങ്ങളോടുള്ള ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ പാർട്ടി വിട്ടുപോയപ്പോൾ ആ മനുഷ്യനെ കൊന്നുകളഞ്ഞ ആളുകൾ ആരൊക്കെയാണെന്ന് നമ്മൾക്കറിയാം. അത് വേറൊരു രാഷ്ട്രീയമാണ്, അവിടെ നിൽക്കട്ടെ. പക്ഷേ ആ കൊന്നുകളയപ്പെട്ട TP ചന്ദ്രശേഖരന്റെ മൃതദേഹം കാണാൻ വേണ്ടിയിട്ട്, അനുശോചനം അറിയിക്കാൻ വേണ്ടിയിട്ട് ആ പ്രദേശത്ത് എത്ര CPM നേതാക്കന്മാർ പോയിട്ടുണ്ട്? ഒന്ന് പറയണം അരുൺകുമാർ. ഈ മനസാക്ഷി TP ചന്ദ്രശേഖരന്റെ മൃതദേഹത്തോട് ആദരം അറിയിക്കാൻ നിങ്ങൾ കാണിച്ചിട്ടില്ലല്ലോ. അന്ന് VS അച്യുതാനന്ദൻ പാർട്ടിയുടെ വിലക്ക് ലംഘിച്ചുകൊണ്ട് പോയത് അന്ന് കേരളത്തിൽ വലിയ മാധ്യമ വാർത്തയായിരുന്നു. കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. KK രമയെ കെട്ടിപ്പിടിച്ച് VS അച്യുതാനന്ദൻ വിതുമ്പുമ്പോൾ കേരളത്തിലെ പാനൂർ അടക്കമുള്ള CPM-ന്റെ പാർട്ടി കോട്ടയിലുള്ള ഒരു പ്രാദേശിക
പ്രാദേശിക നേതാവ്, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും TP ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ പതിറ്റാണ്ടുകളോളം CPM-ന്റെ കൊടി പിടിച്ച നേതാവിന്റെ മൃതദേഹത്തോട് ആദരവ് കാണിക്കാൻ പോയിട്ടില്ല. എന്തുകൊണ്ടാണ് അത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇനി നിങ്ങൾ പറഞ്ഞ വാദം അംഗീകരിക്കണമെങ്കിൽ മാധു ഒറ്റ വാക്ക് ശരി, പെട്ടെന്ന് പൂർത്തിയാക്കൂ. ഒറ്റ വാദം. ഇന്ന് അരുൺകുമാർ പറഞ്ഞ വാദവും MP ഗോവിന്ദൻ പറഞ്ഞ വാദവും ഒക്കെ അംഗീകരിക്കണമെങ്കിൽ പിന്നെ എന്തിനാണ് കണ്ണൂർ വടകരയിൽ വടകരയിലെ സ്ഥാനാർത്ഥി KK ശൈലജ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞത്? അതുകൂടി നിങ്ങൾ പറയണം. നിങ്ങളുടെ നേതാക്കന്മാർ പരസ്പര വിരുദ്ധമായിട്ട് പറയുന്നത് കേട്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ അത് വിശ്വസിക്കാനായിട്ട് ഞങ്ങൾ DYFIയുടെ CPM-ന്റെ ക്യാപ്സൂൾ വിഴുങ്ങുന്ന മനുഷ്യന്മാരൊന്നല്ല. ഇത് ചെയ്തത് CPM ആണ്. CPM ഉത്തരവാദിത്തത്തോടു കൂടി അവർ അറിവോട് സമ്മതത്തോടും കൂടി നടത്തിയതാണ്.